ഇറങ്ങി വാ എന്റെ പൊന്നിങ്ങി വാ. പച്ചിയുടെ കരിഞ്ഞ ചിക്കൻ, ചാർക്കോൾ ചിക്കൻ, കുരുമുളക് പൊടി, മറ്റേ മുട്ടക്കകത്ത് ചിക്കൻ മസാല വളം കൂടി. എപ്പോഴെപ്പോഴെപ്പോഴാ അയ്യോ ഉപ്പിട്ടില്ല. കുറച്ച് ബാഗ് ലൈറ്റ് മാറ്റി മുഖം കാണാൻ പറ്റില്ല. കാണാം. അതായത് ചിക്കൻ മസാലയും കണ്ടുകൂടാ ഇങ്ങോട്ട് വാ. അതായത് ചിക്കൻ മസാലയും മറ്റേ ഇതില്ലേ സവാള, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട്, കുരുമുളക് പൊടിയില്ലേ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള പുക കണ്ണിൽ വെച്ചപ്പോഴേ ഞാൻ തട്ടിയത് ചോര കാണുന്നുണ്ടോ? ചോര നിങ്ങൾ കാണുന്നുണ്ടോ എന്റെ കയ്യിൽ? ഹായ് ഹായ്. എല്ലാത്തിനും കാരണം മണ്ടനല്ലേ നീ? ഇതിന്റെ മൂട് വെച്ചാലാണ് ആ പൊട്ട കലക്കേണ്ടത്. കത്തിയിട്ട് കലക്കി ബ്ലഡ്. കുരുമുളക് ഇതെങ്ങനെയുണ്ട് മാല? പൊളിയില്ലേ? അടപ്പ അതിന്റെ വെള്ളി നട്ടാ ചൂടല്ലടാ അത് അടപ്പ്. കാണുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എന്റെ ഹെഡ്ലൈറ്റ് ഒരു ഭാരമാവുന്നുണ്ടോ എനിക്ക്? 3, 4, 5 അളിയ പിന്നെ കൊണ്ട് മുട്ടയും ചുടിയിപ്പിക്കും. ഞാൻ ഇപ്പൊ പെടും, ദോശയുടെ കാര്യത്തിൽ പെടും ഞാൻ. വെള്ളം തന്നെ പിന്നെ വീട്ടിൽ പോയി രാത്രിയായി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാനല്ല, സൂപ്പറാണ്. മൂട്ട വെച്ചാടാ കാൽപ്പാകം പോലും ഇപ്പിട്ടോ. സംഭവമില്ല, നമ്മുടെ പഴയ ഷെഡില്ലേ, എന്നെ കാണുന്നുണ്ടാ? കുറച്ച് ബാഗോട്ടേ നീ അത് അത്ര ദൂരം പോയി. പഴയ ഷെഡില്ലേ, ഷെഡ് കാണിച്ചോട് കണ്ടുകൂടെ കഴിക്കാറുണ്ട്. പഴയ ഷെഡില്ലേ, ഷെഡിനകത്ത് വന്നിട്ട് ചുമ്മാ ചിക്കൻ വാങ്ങിച്ചിട്ട് ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു. മനസ്സിലല്ലേ? ദോശമാവ് വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞു, പക്ഷെ അത് പറ്റില്ല. അവൻ ഒറ്റയ്ക്ക് എവിടെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ കല്ലും കൂട്ടി വെച്ചിട്ട് നേരം വിളിക്ക് 2 കാറ് മാവ് വാങ്ങിക്കൊടുത്ത്. ഇടക്കിടയ്ക്ക് ഞാനിങ്ങനെ ഈ കാണുന്ന പോലെ സവാളൊക്കെ അടിച്ചും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. കണ്ണീര് പോക ചുമ്മാ കരിയണ്ടാ മറിയടാ. നീ അവിടെ വെച്ചാണ് എന്നോട് ഞാൻ പറഞ്ഞു അവിടെ കയറി കണ്ടുകൂടാ, ലൈറ്റ് ഇവിടെ വെക്കണുണ്ടെന്ന്. അതിന്റെ പാവാട നമ്മൾ വെള്ളത്തിൽ നീ കഴിച്ചോ? മുട്ട കാണിക്കണ്ടേ? നീ കഴിച്ചാ? അതായത് പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ മൊത്തം ഒന്ന് പരിസര ബന്ധീകരണം, പരിസരം ഫുള്ളൊന്ന് വൃത്തിയാക്കാൻ പറ്റില്ല. അതായത് മറ്റേ മരത്തിൽ നിന്നൊക്കെ ഇലയൊക്കെ വീണില്ലേ, ഇല വീണ് കിടക്കുന്നുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് ഓലയൊക്കെ വീണ് കിടക്കുന്നുണ്ട്, നല്ല മരക്കഷ്ണങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതിന് പെട്ടെന്നുള്ള പരിപാടിയായിട്ട് ഭയങ്കരമായ രീതിയിലുള്ള വൃത്തിയാക്കാനൊന്നും പറ്റില്ല. ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. മനസ്സിലാ? മുട്ട മസാല അടിച്ച മുട്ട, ചിക്കൻ മസാല അടിച്ച മുട്ട എല്ലാ ദിവസം കുറച്ച് നോക്ക്. കൈയടി ഉള്ളി എടുത്തിട്ടുണ്ട്. നീ അത് മറിക്കാൻ വിളിച്ചല്ലേ എന്നെ? നീ അത് കിട്ടിയ ദിവസം കിട്ടിയിട്ടുണ്ടോ? എന്റെ കൈപുണ്യത്തെ പറ്റി ആർക്കും ഒന്നും പറയാനില്ലേ?
എന്റെ കൈപുണ്യം. വിഷമത്തോടെ ഞാൻ പറയാണ്, എന്റെ കൈപുണ്യമാണ്. സച്ചിയുടെ ചാർക്കോൾ ചിക്കൻ പകുതി ചാർക്കോളായി. ചോര. അയ്യോ കൈ മുറിഞ്ഞ്. ആ സംഭവം എന്താ പറയാമോ? ആ സംഭവം ഇല്ലേ, ഇങ്ങനെ മുട്ട കഴിച്ചിട്ട് ഇങ്ങനെ കല്ലിലോട്ട് ഒഴിക്കാൻ നേരത്തെ കയ്യിൽ പിച്ചാത്തിയിരുന്നു. അപ്പോൾ പുക കണ്ടെടുത്ത സമയത്ത് കമത്തിയ സമയത്ത് പിച്ചാത്തി കൂടി കമത്തിയപ്പോഴേ അരിഞ്ഞങ്ങ് പോയി കയ്യേ. കണ്ടേ, ചോര കാണിക്കാൻ പാടില്ല. മറ്റേ ഡേഞ്ചർ കണ്ടോ, കൊത്തറേറ്റ് എന്തൊക്കെ കിട്ടും. കൊത്തറേറ്റില്ല കാര്യമില്ല. ഞാനൊരു ഉപ്പിട്ടായിരുന്നു. ആ ഇട്ടിട്ട് ഈ ഒരു സൗണ്ട് ആയിരുന്നു. മോളെ നമ്മൾ ടോർച്ചില്ലേ, ടോർച്ച് തല കീഴായിട്ട് കെട്ടിത്തൂക്കിട്ടൊക്കെയാണ്. ടോർച്ച് തല കീഴ അപ്പോ വെറുതെ ദോശ കൃത്യമായിട്ട് ഇളകി കയറാൻ വേണ്ടിയിട്ടാണ് മുട്ട വാങ്ങിയത്. അതിന് മുമ്പ് തന്നെ ദോശ അടിച്ചാൽ വല്ല കല്ല് റെഡിയാക്കി. ദോശക്കല്ലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ മുട്ട ആദ്യം വാങ്ങി അടിക്കുന്നത്. പക്ഷേ ഒരു 10 രൂപ ദോശ ചുട്ടതിന് ശേഷം നമ്മൾ മുട്ട കലക്കി അടിച്ചത്. ഇപ്പം ശരിയായി. വല്ലം ചെയ്താൽ എനിക്ക് അറിയാം. ഷോട്ട് എടുത്ത് അപ്പൊ ഇവിടെ അടുത്തുനിന്നേ പെരുമ്പാമ്പനെ പിടിച്ചു. നീ എനിക്കെന്താ കാണാമോ പുകയ്ക്കകത്ത്? ഇവിടെ അടുത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് പെരുമ്പാമ്പനെ പിടിച്ചു. അതിന്റെ അടുത്താണ് നമ്മൾ മനസ്സിലായില്ലേ, പന്നിയുണ്ട്, കാട്ടുപന്നി, പെരുമ്പാമ്പ്. കുരുമുളക് ഞാനാണ് കൊറേ വേണം. മറ്റേ മസാല ഇടാൻ മറന്നു. ചിക്കൻ മസാല എന്നെ കാണുന്നുണ്ടോ പുകയ്ക്കകത്ത്? കണ്ടു ഇവിടെ ചെവി കേട്ടോ കർത്താവ്. അയ്യോ നീ എന്താ നീ പോടാ. അവിടെ ഇരി, അവിടെ കാല് വെക്കാൻ വേണ്ടി 2 കല്ല് വെച്ച് തരാറ്. പോയി കരണ്ട പോട്ട്. കർപ്പൂരതാ കർപ്പൂരം പൊടിച്ചിട്ട് കൊടുത്തായിരുന്നു. എന്തരാവോ എന്തരി എന്താ സുഖം? ചുമ. അതിൻ്റെ പറഞ്ഞാണ് ഇവിടെ മുട്ട കറക്റ്റ് വേവിക്കണമെന്ന് ഒരാളെ ഓർമ്മ വേണ്ട. അതുകൊണ്ട് അതാണുള്ളത്. ഞാൻ എന്നാൾ പറഞ്ഞില്ലേ, ഒന്നിന് മറ്റേ പച്ചയായിട്ടായിരിക്കും ഹാഫ് വേവിച്ചായിരിക്കണം, അല്ലെങ്കിൽ ഫുള്ള് വേവിക്കണം എന്ന് പറഞ്ഞ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. പട്ടിക്ക് വെച്ച ശീലമുണ്ട്. വീട്ടിൽ പറയാൻ പട്ടിയുണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, ലാബും ഉണ്ട്. അതിനൊക്കെ ഫുഡ് വെച്ച് നല്ല ശീലമുണ്ട്. മറിയാൻ നല്ല കരിഞ്ഞ മണോ ഒഴിച്ചിട്ട് പോണം. ഇതിലെന്തൊക്കെ കൂടി അവസാനം മുട്ട അടിച്ച് അതിന് മസാല മറ്റേത് കൂടിപ്പോയി. ചിക്കൻ മസാല കൂടിപ്പോയി മുട്ടയിൽ. തത്തയ്ക്കാ വിഹിതം കറുത്ത പൂച്ച പോലും. കൊള്ള കട ചിക്കൻ മസാല അല്ലേ. ചിക്കൻ മസാലയിൽ മുട്ട കഴിച്ചിട്ട് കുരുമുളക് ഇട്ട് സവാള ഇട്ട് ഉപ്പും കൂടി ഇട്ട് കഴിക്കാതെ നല്ല സ്വന്തം. അനുകരിക്കണ്ട, വേറെ തൂറും. അങ്ങനെയല്ല, ചെറിയ ചെറിയ തൂറ്റലുണ്ടാവും. കഴിച്ചോണ്ടിരിക്കുമല്ലോ. തത്തിച്ചിക്ക് മുട്ട കൊടുത്തു, തത്തക്ക് ഇളകി പിടിക്കും. തീർക്കോടോ അല്ല, മൊത്തത്തിലൊരു അലങ്കോല സെറ്റപ്പ് അല്ലേ. അതൊക്കെ മതി. വേറെ നീടെ നീന്തുന്നതാ. രണ്ട് തരം പിടിക്കല്ലോ, ഒരു തല പിടിക്കാവൂ. പ്രൊഫഷണൽ കുക്ക്. തത്തജി തത്തപ്പുതേ. ആ തത്തപ്പുതേ. ഓ നല്ല കരിയിട്ടത്. കരിഞ്ഞല്ലേ അത് തീ പിടിച്ചത്.
പാതിരാത്രി ഇട്ടതൊന്നും കറക്കടൊക്കെ ആ വാട്ടിനും കൂടെ ആലോചിച്ച് വെക്കരുതുണ്ട്. നല്ല നല്ല യുവതികളായ സ്ത്രീകളിൽ നിന്നും സ്ത്രീകളുടെ മാതാപിതാക്കളിൽ നിന്നും ആലോചനകൾ ക്ഷണിക്കുന്നു. സ്ത്രീകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. 40 വയസ്സ് വരെ 40 വയസ്സ് വരെ സ്വീകാര്യം. കൃത്യമായിട്ട് പാചകം ചെയ്ത് കൊടുക്കും. പൊന്നുപോലെ നോക്കിയാൽ മതി. എന്നെ പൊന്നുപോലെ നോക്കിയാൽ മതി. ഞാൻ നല്ലപോലെ പാചകം ചെയ്യും. ആർക്ക് തത്തച്ചിക്ക ബാബാ തത്തച്ചി. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു അത് കരിഞ്ഞു പോയെന്ന്. പുറത്ത് തൊലിയില്ല, പുറത്തെത്തിപ്പോരാൻ കരിഞ്ഞ്. അത് കുഴപ്പമില്ല, അകത്ത് നല്ല ഫ്രഷായിട്ടുണ്ട്. ഇതുണ്ട കരളും മറ്റേ അതൊക്കെ ഇല്ലേ. വെളിച്ചെണ്ണ കറക്റ്റായിരുന്നു 120 രൂപ ഒരു ബോട്ടിൽ. എന്നൊക്കെ ഇപ്പം എന്താ വില? പണ്ട് ഞാൻ 10 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച കാലം ഉണ്ടായിരുന്നു. 5 രൂപയ്ക്കൊക്കെ 8 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. 8, 10, 12, 100 ഗ്രാമിനൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 100 ഗ്രാം വാങ്ങിക്കണമെങ്കിൽ 100-150 രൂപ കൊടുക്കണം. ശാസ്ത്രത്തിൻ്റെ ഒരു അവസ്ഥ. ശാസ്ത്രം നേരിട്ട് സച്ചി അങ്ങോട്ട് പബ്ലിസിറ്റി. സച്ചിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. സച്ചിക്ക് പബ്ലിസിറ്റി ആവശ്യമില്ല. വെരി കിട്ടിയിട്ടത് ഇൻട്രോവർട്ട് സച്ചി. കൈയും കാലും മാത്രം എക്സ്ട്രീം ഇൻട്രോവർട്ട് സച്ചി. നോക്കി ഇരുട്ടത്തിരുന്ന് കടിച്ചിരിക്കണ ചിച്ചങ്കാൽ. 1 2 3 4 5 6 6.5 ദോശയാണ്. വന്ന് ചുട്ടു നോക്ക്. ഞാനൊക്കെ തുണിയൊക്കെ തുണി അടിപ്പിച്ചിട്ട് എന്റെ അടുത്താണ് എന്റെ കൈക്കകത്ത് വെച്ചത്തി എന്തുകൊണ്ട് ഞാൻ പോവാനാണ് ഞാൻ പറഞ്ഞത്. ആർക്കട എന്താണ് എന്നിട്ട് തൊട്ടി എടുത്തിരുന്നു ഒറ്റ വെട്ട് തൊട്ടിയ ഒരു ഇരുമ്പ് തൊട്ടി അരിമ ആർക്കട ഒറ്റ വെട്ട് തൊട്ടി തെറിച്ച് വീണ്ടും അടുത്തിട്ട് കുറച്ച് 5 മിനിറ്റ് കസാരേ എന്താ വീട്ടിൽ പൊടിച്ച് അടുത്തുനിന്ന് വീണ്ടും തൊട്ടി ഇല്ലായിരുന്നു. തൊട്ടി തന്നെ ഒരു 8-10 വെട്ട് തൊട്ടിയിൽ പതുക്കെ വെട്ടുണ്ട്. ഞാൻ ഒന്ന് പിടിച്ചിട്ട് ആർക്കട ഒറ്റ വെട്ട് തൊട്ടിക്കാണെങ്കിൽ മക്കളെ അത് എന്തെന്ന് വെച്ചാൽ ഞാൻ അവന്റെ കഴുത്തിനോടൊരു കൊത്തെങ്കിലും കൊടുത്തിട്ട് ഞാൻ പോണ്ടേ. അവൻ എന്നെ ഇത്രയും ദിവസത്തേക്ക് ഞാനവിടെ ഇവിടെ ഞരമ്പുണ്ട്. അതിൻ്റെ അടുത്തൊരു കുത്തെങ്കിലും കൊടുക്കണ്ടേ. അതാകുമ്പോൾ അവൻ എന്നെ മറക്കുക ഇവിടെ കരമത്ത. നിങ്ങളുടെ മോനല്ലേ? അവൻ്റെ മോനൊന്നുമല്ല, മറ്റവളെൻ്റെ മോളാണ്. അവൻ എൻ്റെ മോളെ. നിനക്ക് പറയാൻ ഒരിക്കലും ഇഷ്ടമല്ലേ? എനിക്ക് ഒരിഞ്ഞാൽ ഇഷ്ടമുള്ളൂ. അവള് വേറെ കണ്ടില്ല. എന്താ വില താലി ഇവിടെ കണ്ട AI വെച്ചിട്ട് മറ്റേ സംഭവമില്ലേ, അതായത് ജെമിനി ആപ്പ് വെച്ചൊരു പെണ്ണിടുന്ന ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ശത്രുക്കളായിട്ടുള്ള ബന്ധുക്കളെല്ലാം അവരുടെ ഫാമിലി ഗ്രൂപ്പുകളെല്ലാം ഇപ്പം ചർച്ചാ വിഷയം ഇന്ന് രാത്രി. പെണ്ണ് കാണിച്ചുതരാം. അയ്യോ നിനക്കെത്ര അഹങ്കാരമൊന്നുമില്ല.